Hello students, welcome back to Bosco Campus Vision. In the previous session we discussed about business organization and the various forms of business organization. So we will continue with the topic. So in this session we will look into the next three major forms of business organizations. In the previous session we discussed the first three major forms of business organizations, that is individual business, organized business and family business. So the fourth major form of business organization is corporate entities. A corporate entity is a business formed with the approval of the government to act as an artificial person. It has a separate legal entity from its owners. It can either enter into contracts and acquire properties in its own name. സോ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി ഫോം ചെയ്തതും അതുപോലെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് നമ്മൾ കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ഓണേഴ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ഈ ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആക്ട് ചെയ്യുന്നത്. It can enter into contracts and acquire properties in its own name. സോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് കോൺട്രാക്ട്സിൽ ഇതിനെ ഏർപ്പെടാം. അതുപോലെ തന്നെ ആ ഒരു എൻറ്റിറ്റിയുടെ പേരിൽ പല പ്രോപ്പർട്ടീസും അക്യൂർ ചെയ്യാം. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള പബ്ലിക് കമ്പനീസ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. ആൻഡ് ദ ഓണേഴ്സ് ഓഫ് ദ ഷെയർസ് ഇൻ എ കോർപ്പറേറ്റ് എൻറ്റിറ്റി ആർ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ്. സോ ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിൻ്റെ ഷെയർസ് അക്യൂർ ചെയ്തുകൊണ്ടാണ് പേഴ്സൺസ് ഇതിൻ്റെ ഓണേഴ്സ് ആയിട്ട് മാറുന്നത്. ആൻഡ് ദീസ് ഓണേഴ്സ് ആർ കോമൺലി നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ബിസിനസ് ഓർ ദ എൻറ്റിറ്റി. സോ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനീസ് ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് ഫോം ചെയ്തതിന് ശേഷം അതിൻ്റെ ഷെയർസ് ഇഷ്യൂ ചെയ്യും, പബ്ലിക്കലി ഇഷ്യൂ ചെയ്യും. ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് വഴിയാണ് ഈ കമ്പനീസ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇൻ കേസ് 1,00,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് വേണ്ടുന്നതെങ്കിൽ 1000 രൂപയുടെ 100 ഷെയർ സെല്ല് ചെയ്തിട്ടാവും ഈ ഒരു 1,00,000 രൂപയുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്. സോ ഒരു ഷെയറിന് 1000 രൂപ നൽകിക്കൊണ്ട് ഒരു കമ്പനിയുടെ എത്ര ഷെയർസ് വേണമെങ്കിലും ഒരാൾക്ക് വാങ്ങാം. സോ ഈ ഷെയർ വാങ്ങുന്ന വ്യക്തികളെയാണ് ഓണേഴ്സ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കോർപ്പറേറ്റ് എൻറ്റിറ്റി ഈസ് വെസ്റ്റഡ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹു ആർ എലക്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. സോ ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. സോ ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് കോർപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ കോൺട്രാക്റ്റിനൊക്കെ ഏർപ്പെടാം. അതുപോലെ തന്നെ സ്വന്തം പേരിൽ പ്രോപ്പർട്ടീസൊക്കെ അക്യൂർ ചെയ്യാം. സോ ഈ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ അൾട്ടിമേറ്റ് ഓണേഴ്സിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർപ്പറേറ്റ് എൻറ്റിറ്റി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത് ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആണ്. MNCs, പാർട്ട്ണർഷിപ്പ് കമ്പനീസ് ഇതെല്ലാം കോർപ്പറേറ്റ് എൻറ്റിറ്റീസിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ്. So this is all about the basic concept of corporate entities. Next is business for profit. So the first and foremost objective of a business for profit is to generate monetary gains. It earns more money than it spends. The owners can decide to keep all the profit themselves, or they can reinvest the earned profit in the business or distribute a part of it to their employees. Most business houses aims at profit generation. സോ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. സോ പ്രോഫിറ്റിൻ്റെ ബേസിസിൽ നമുക്ക് രണ്ട് രീതിയിൽ ബിസിനസ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ബിസിനസ് ഫോർ പ്രോഫിറ്റ് ആസ് വെൽ ആസ് ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. ബിസിനസ് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് മോണിറ്ററി ഗെയിൻസ് ആണ്. ഒരു തരത്തിലുമുള്ള സർവീസസ് ആക്ടിവിറ്റീസ് ഇൻവോൾവ് അല്ല, എല്ലാം ഗെയിൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. സോ അവർ ചിലവാക്കുന്നതിലും കൂടുതൽ എമൗണ്ട് തിരിച്ച് കിട്ടുക, അതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഈ തിരിച്ച് കിട്ടുന്ന റവന്യൂ ഐദർ ദ ഓണേഴ്സ് ക്യാൻ കീപ് ഇറ്റ് ദംസെൽഫ്, ഓർ ദേ ക്യാൻ റീഇൻവെസ്റ്റ് ഇറ്റ് ഇൻ ദ ബിസിനസ്, ഓർ ദേ ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് എ പാർട്ട് ഓഫ് ഇറ്റ് ടു ദെയർ എംപ്ലോയീസ്. ഒന്നെങ്കിൽ എല്ലാ പ്രോഫിറ്റും ഓണേഴ്സിൻ്റെ കൈവശം തന്നെ വെക്കാം, അല്ലെങ്കിൽ അത് ബിസിനസ്സിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ്സിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. അതുമല്ലെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് എംപ്ലോയീസിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരിൽ ഒരു എൻകറേജ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഒക്കെ കൊണ്ടുവരാം. സോ ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രോപ്പറായിട്ട് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്.
സോ ഒരു 70% ബിസിനസ് ഓർഗനൈസേഷൻസും മെയിനായിട്ടും പ്രോഫിറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ പ്രോഫിറ്റ് അല്ലെങ്കിൽ മോണിറ്ററി ഗെയിൻ എന്നൊരു മെയിൻ ഒബ്ജക്റ്റീവോട് കൂടി ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ബിസിനസ് ഫോർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർ ബിസിനസ് ഫോർ നോൺ പ്രോഫിറ്റ്. Non-profit organization refers to an entity that is established for some specific purpose, not aiming at any type of profit. A non-profit organization enjoys a separate legal existence from its members. Mostly, non-profit organizations are established to offer service to the society. സോ പ്രോഫിറ്റ് അല്ലെങ്കിൽ മോണിറ്ററി ഗെയിൻ എന്നൊരു മെയിൻ ഒബ്ജക്റ്റീവ് ഇല്ലാതെ ജസ്റ്റ് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകളെയാണ് നമ്മൾ ബിസിനസ് നോട്ട് ഫോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇത് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നും ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർവീസ് ആണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. The major sources of income of non-profit organizations are donations from the people, financial assistance and grants from the government, admission and subscription fees from the members, etc. സോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഈ ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെങ്കിൽ ചില എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ ചെറിയ രീതിയിലുള്ള ഇൻകം ആവശ്യമാണ്. സോ ദ മേജർ സോഴ്സസ് ഓഫ് ഇൻകം ഇൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആർ ഡൊണേഷൻസ് ഫ്രം ദ പീപ്പിൾ, ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് ആൻഡ് ഗ്രാൻസ് ഫ്രം ദ ഗവൺമെൻറ്, ആൾക്കാർ കൊടുക്കുന്ന ഡൊണേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ കിട്ടുന്ന ഗ്രാൻസ്, സബ്സിഡീസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അഡ്മിഷൻ ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഫീസ് ഫ്രം ദ മെമ്പേഴ്സ്. ഇതിൽ മെമ്പേഴ്സ് ആവാൻ താല്പര്യമുള്ളവരുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് മെമ്പർഷിപ്പ് ഫീസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് വാങ്ങിയിട്ടാണ് മെമ്പർഷിപ്പ് നൽകുന്നത്. സോ ഈ എമൗണ്ട്സ് എല്ലാം തന്നെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. And the financial statements prepared by the non-profit organizations are receipts and payments account, income and expenditure account and balance sheet. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് പിന്നീടൊരു വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ബിസിനസ് ഫോർ പ്രോഫിറ്റ് ആണെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. പക്ഷേ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ കേസിൽ വരുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന് പകരം റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസിന് അക്കൗണ്ടിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും, ബാലൻസ് ഷീറ്റിന് പകരം ബാലൻസ് ഷീറ്റ് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദ മെയിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആർ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. സോ IRCS, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാവുന്നത്. IRCS എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. ഹ്യൂമൻ ലൈഫും ഹെൽത്തും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വോളണ്ടറി ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് IRCS എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിന് എല്ലാ മേജർ സിറ്റീസിലും ത്രൂ ഔട്ട് ദ കൺട്രി മെയിൻലി 1100 ബ്രാഞ്ചസോളം ഉണ്ട്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ ടൈമിൽ ഹ്യൂമൻസിൻ്റെ ലൈഫും ഹെൽത്തും ഒരേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറയുന്നത്. So this is all about the basic concept regarding business not for profit or business for non-profit organizations. So in this session we discussed the three major forms of business organizations, that is corporate entities, business for profit, business for non-profit or business not for profit organizations. Hope all are clear with the topic. Thank you.